ഈരാറ്റുപേട്ട ആനിയളപ്പ് വെട്ടിപ്പറമ്പ് പൂഞ്ഞാർ റോഡ് തകർന്നു തരിപ്പണമായി. കാൽനടയാത്ര പോലും ദുസ്സഹമായ നിലയിലാണ് റോഡ് കിടക്കുന്നത്. മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് കുഴിച്ച് പൈപ്പിട്ടതിന് ശേഷമാണ് റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായത്. നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതെന്നാണ് അധികാരികൾ പറയുന്നത്. ഇതിനെതിരെ പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. ക്രസന്റ് സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡാണിത്. കൂടാതെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ നിന്നും പൂഞ്ഞാർ റോഡിലേക്കുള്ള പ്രധാനപ്പെട്ട ലിങ്ക് റോഡ് കൂടിയാണിത്. പൈപ്പ് ലൈൻ വർക്കിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്ന ബോർഡും റോഡിന്റെ തുടക്കത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ ഉള്ളവർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ഇതേ ബോർഡിൽ നമ്പരും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റോഡ് തകർന്നതോടെ ഇതുവഴി ഓട്ടോറിക്ഷ പോലും കടന്നുപോകാൻ മടിക്കുകയാണ്. പലപ്പോഴും പൂഞ്ഞാറിൽ നിന്നും ഓട്ടം വിളിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ വരാൻ തയ്യാറല്ല എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നത്. ഇതുവഴി വന്നാൽ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന് അവർ പറയുന്നു. ഇവിടെ ക്രസന്റ് സ്കൂളുണ്ട്, കരുണ അഭയ കേന്ദ്രമുണ്ട്, പള്ളി അമ്പലത്തിൽ നിന്നും പോകാൻ പറ്റാത്ത റോഡ് അധികാരികൾ കണ്ണുപോലും തുറക്കുന്നില്ല. ഭയങ്കര ദുരന്തമാണ്. വണ്ടി ഓടാനും പറ്റത്തില്ല. ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഓട്ടം പോകാൻ പറ്റത്തില്ല. അപ്പം നിന്നൊക്കെ ഇവിടെ ആനപ്പള്ളി ക്രസന്റ് 30 രൂപ ചാർജ് ഉള്ളൂ. 30 രൂപയ്ക്ക് ചാർജ് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റേ റോഡ് മോശമാണ്. അതുപോലെ റോഡ് അവസ്ഥ കിടക്കുവാണ്. ബാക്കിയുള്ള സർക്കാർ ചെയ്തു തരണം. കാരണമാണ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. പൈപ്പ് ലൈനും ഇല്ല. എത്ര നാളെ ഇങ്ങനെ കിടക്കുന്നു? ഒരു 3 വർഷമായി. പൈപ്പ് ലൈനും ഇല്ല, റോഡും ഇല്ല, വെള്ളവും ഇല്ല, മെമ്പറും ഇല്ല, ആരും ഇല്ല. ഇത് ഏത് മെമ്പറുടെ കീഴില? ഏത് വാർഡ്? റാണി ജോസ് കോൺഗ്രസിന്റെ. റോഡിന്റെ വശങ്ങളിലുള്ള കലുങ്കുകളുടെ കമ്പികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പലയിടങ്ങളിലും മിറ്റിൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് BJP മാർച്ച് നടത്തിയിരുന്നു. ഈ മാസം 30-നകം തീരുമാനമായില്ല എങ്കിൽ MLAയെ പൂഞ്ഞാറിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. ഈ സമരം ഇത് എല്ലാവരും പറയുന്ന പോലെ ഇത് സൂചനയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങളില്ല. ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. ഒക്ടോബർ 10-ന് മുമ്പ് ഈ റോഡ് ടാർ ചെയ്തില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ MIയുടെ ബോർഡും വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ പൂഞ്ഞാർ തെക്കേക്കരയുടെ മണ്ണിൽ കാലുകുത്താൻ BJP അനുവദിക്കില്ല. 20 ദിവസം സമയം തരുന്നു. 20 ദിവസം. അതിനുശേഷം ഇവിടെ വന്നാൽ വിവരമറിയുമെന്ന് ബഹുമാനപ്പെട്ട MLA സ്നേഹപുരസ്സരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ന്യൂസ് ഡെസ്ക്, ഈരാറ്റുപേട്ട.